നാം ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം വാഹനങ്ങൾ പായുന്നുണ്ടാവും. പക്ഷേ എത്ര നേരം കാത്തുനിന്നിട്ടാണെങ്കിലും നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത്, അതായത് റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് പോകാനുള്ള ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അചഞ്ചലമായ ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എങ്ങനെയും മുന്നേറാൻ സാധിക്കും. അത് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തിട്ടാണെങ്കിൽ പോലും കൃത്യമായ രീതിയിലുള്ള ലക്ഷ്യസ്ഥാനമുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. അത്തരം ഒരു നല്ല ഉപദേശത്തിലേക്ക് അല്പനേരം ഒന്ന് കാതോർക്കാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. രണ്ട് വികാരികൾ അവർ ഒരു ഷിപ്പ് റക്കിൽപ്പെട്ടിട്ട്, ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ട് അവർ നീന്തി അവസാനം എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ച് ചെന്ന് കയറിയത് ഒരു ദ്വീപിലാണ്. അപ്പോൾ ദ്വീപെന്ന് പറഞ്ഞാൽ രണ്ട് ദ്വീപുകൾ ചേർന്ന് നിൽക്കുന്ന ഒരു ദ്വീപ്. അവിടെയാണ് ഇവർ ചെന്ന് അണഞ്ഞത്. ഇവർ ദൈവത്തോട് നന്ദി പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ചു, ജീവൻ രക്ഷിച്ചല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നമ്മുടെ വിധി ഇതാണെങ്കിൽ നമുക്ക് ഈ ദ്വീപിൽ തന്നെ താമസിക്കാം. നമുക്ക് എന്തായാലും ഈശ്വരൻ്റെ ജോലിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിനുള്ള ഇഷ്ടം പോലെ സൗകര്യമുണ്ട്, സമയമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ജീവിതം പോവുകയാണെങ്കിൽ തീരട്ടെ, ഈശ്വരൻ്റെ പ്രാർത്ഥനയിൽ ജീവിതം അവസാനിക്കട്ടെ. അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്ന രീതി മറ്റേ പ്രാർത്ഥിക്കുന്ന രീതി വ്യത്യാസമാണ്. അപ്പോൾ ആ മൂത്ത ആൾ ഇളയാളിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞാൻ അപ്പുറത്തെ ദ്വീപ് പോയിരുന്നു പ്രാർത്ഥിക്കാം, നീ ഇപ്പുറത്തെ ദ്വീപിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു. സമ്മതിച്ചു. അങ്ങനെ ഈ മൂത്ത പുരോഹിതൻ അടുത്തുള്ള ദ്വീപിലും, അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് തന്നെയാണ്, അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുമില്ല. ഇപ്പുറത്തെ ആൾ ഇപ്പുറത്ത് ഇരിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അവർ ധ്യാനിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇളയ പുരോഹിതൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ആഹാരം കിട്ടാതെ ഞാൻ വിഷമിക്കുകയാണ്, എനിക്ക് ആഹാരം കിട്ടണമെന്ന്. അങ്ങനെ വളരെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ദ്വീപിൽ കറങ്ങി നോക്കിയപ്പോൾ അവിടെ കുറേ മരങ്ങളിൽ കുറേ പഴങ്ങളുണ്ട്. ഈ പഴങ്ങൾ വളരെ സ്വാദിഷ്ടമായ പഴങ്ങളാണ്. അയാൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞ് ആ പഴങ്ങൾ കഴിച്ച് ജീവിക്കാൻ തുടങ്ങി. പിന്നെ അയാൾ കുറേ ചെടിയൊക്കെ കണ്ടു, അതൊക്കെ നല്ല ചെടികളാണെന്ന് മനസ്സിലായി. അതെല്ലാം എടുത്ത് നട്ട് ഒരു ചെറിയൊരു തോട്ടം ഉണ്ടാക്കി ആ ഒരു കൃഷിയൊക്കെ തുടങ്ങി അയാളോട്. പിന്നെ അയാൾ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ഒരു വീട് പോലെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കിട്ടണേ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കപ്പലിൻ്റെ ചില ഭാഗങ്ങൾ, അന്ന് റക്കായിപ്പോയുള്ള ഷിപ്പിൻ്റെ കുറേ ഭാഗങ്ങൾ ഒഴുകി ഈ ദ്വീപിലേക്ക് വന്നു. അപ്പോൾ അതിൽ ഒരുപാട് തടിയൊക്കെ ഉണ്ട്. ഇദ്ദേഹം നീന്തി എടുത്ത് ആ തടിയൊക്കെ കൊണ്ടുവന്നൊരു വീട് വെച്ചു. നല്ലൊരു വീട്. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി, ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ, എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന്. അപ്പോൾ ഈ അപ്പുറത്തെ ഇയാൾ കൂടെ കയറി നോക്കും, പാറയുടെ മുകളിൽ. അയാൾ ഒരേ ഇരിപ്പിരിക്കുകയാണ്, അല്ലാതെ അയാൾക്ക് ഒന്നും പട്ടിണിയാണെന്ന് തോന്നുന്നു. അയാളൊന്നും തന്നെ ചെയ്യുന്നില്ല, ദൈവം അയാൾക്കൊന്നും കൊടുക്കുന്നുമില്ല. പിന്നീട് ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ ഏകനായിപ്പോയി ഈ ദ്വീപിൽ, എനിക്കൊരു ഇണ വേണം ദൈവമേ. അപ്പോഴുണ്ട് അതിന് കുറേ അകലെയുള്ള ഒരു ദ്വീപിൽ ഈ മത്സ്യമൊക്കെ പിടിക്കുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സ്ത്രീ തുഴഞ്ഞു വന്നപ്പോൾ വള്ളത്തിൻ്റെ പങ്കായി നഷ്ടപ്പെട്ടു പോയി. അത് തിരമാല അടിച്ചുകൊണ്ടിങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ ഈ സ്ത്രീ ഇവിടെയായി. ഈ സ്ത്രീ ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, എനിക്ക് തുണയായ ഒരു പെണ്ണിനെ തന്നിരിക്കുന്നു, ഈവിന് കിട്ടിയില്ല ആദാമിന്, അതുപോലെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സുഖമായിട്ട് താമസിക്കും. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഇനിയും ഈ ദ്വീപിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് മരിച്ചു പോയാൽ എന്തോ ഒരു കഷ്ടമാണ് ദൈവമേ, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് വളരെ കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ശരിക്കും പ്രാർത്ഥിച്ചപ്പോൾ ഒരു ബോട്ട് വരുന്നു. ആ ബോട്ടിലെ കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു, ദൈവം ഇവിടുത്തെ ക്യാപ്റ്റന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഈ ബോട്ടിൽ ഇങ്ങനെ ഒരാൾ കിടപ്പുണ്ട്, എൻ്റെ ഭക്തനാണ്, അവനെ കൊണ്ടുവരണം. അങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഇദ്ദേഹം ബോട്ടിൽ കയറി. അപ്പോൾ ഇയാൾ കൂടെ അപ്പുറത്തെ ദ്വീപിലേക്ക് നോക്കും. അപ്പോൾ ഈ ബോട്ട് തുഴയുന്ന ആൾ ചോദിച്ചു, എന്താ അങ്ങോട്ട് നോക്കുന്നത്? അല്ല, അവിടെ ഒരുത്തനുണ്ടായിരുന്നു, അവൻ മിക്കവാറും ചത്ത് കാണും, കാര്യം ഇപ്പം ആഹാരം പോലും കഴിക്കാൻ ഒന്നുമില്ലാതെ ദൈവം അവൻ്റെ പ്രാർത്ഥനയൊന്നും കേട്ട് കാണില്ല, എൻ്റെ പ്രാർത്ഥനയാണ് കേട്ടത്, എന്തായാലും എന്നെ അങ്ങ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ തുഴഞ്ഞ് ആ കപ്പലിൽ കൊണ്ടുപോയി. കപ്പലിൽ ചെന്ന് കയറിയപ്പോഴാണ് അയാൾ കാണുന്നത്, ഒരു രാജാവിന് കിട്ടുന്ന എല്ലാ പ്രാധാന്യവും കൊടുത്തുകൊണ്ട് അവിടെ കിട്ടിക്കൊണ്ട് ഒരാൾ അവിടെ ഇരിക്കുന്നു. നോക്കിയപ്പോൾ മറ്റേ ആ മൂത്ത പുരോഹിതനാണ്. അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ ക്യാപ്റ്റനോട് ചോദിച്ചു. ക്യാപ്റ്റൻ പറഞ്ഞു, അദ്ദേഹമാണ് കടലിലൂടെ നടന്നു വന്ന് ഞങ്ങളോട് പറഞ്ഞത്, ആയിരിക്കുന്ന അദ്ദേഹം ഈ ഇവിടെ ഒരു ദ്വീപിൽ ഒരാളെ രക്ഷിക്കണം.
അപ്പോൾ ഇവിടെ കടലിലൂടെ നടന്നു വന്നു. അതേ, അദ്ദേഹം ക്രിസ്തുവിനെ പോലെ കടലിലൂടെ നടന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ ഇത്രയധികം ബഹുമാനിക്കുന്നത്. അപ്പോൾ ആ ക്യാപ്റ്റനോട് ഇയാൾ പറഞ്ഞു, അത് എന്തായാലും ശരിയായില്ല, കാരണം ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചോ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയല്ലേ നിങ്ങൾ വന്നത്, അതല്ലേ രക്ഷയുടെ. അയാളൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, പിന്നെ എന്താണ് ദൈവം അയാളോട് ഇത്രയധികം കാരുണ്യം കാണിച്ചത്? അപ്പോൾ ആ ക്യാപ്റ്റൻ പറഞ്ഞു, അതെന്താണെന്നറിയാമോ, അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഇപ്പുറത്തെ ദ്വീപിലെ എൻ്റെ അനിയനുണ്ട്, അവൻ പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവമേ നീ കാരുണ്യവാനാണ്, നീ അതൊക്കെ സാധിച്ചു കൊടുക്കണേ. അങ്ങനെ ഒരു പ്രാർത്ഥനയെ പുള്ളി കൊണ്ടായിരുന്നുള്ളൂ. ആ മനുഷ്യൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മുഴുവൻ കിട്ടിയതല്ല, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല. അപ്പോൾ ഈ കഥയിൽ നമുക്ക് രസകരമായ ഒരു കാര്യം മനസ്സിലാകും. എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നു, പലരും എന്നെ കാണുമ്പോഴും പറയും, സ്വാമി എനിക്കിങ്ങനെ അസുഖമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പരീക്ഷ വരാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് കടമാണ് സ്വാമി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പോഴൊക്കെ ഞാൻ ഈ കഥ ആലോചിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ പറയുമ്പോൾ, ഇന്ന ആളുടെ മകൻ ഇന്ന പരീക്ഷ, എൻജിനീയറിംഗ് പരീക്ഷ, എൻട്രൻസ് പരീക്ഷ എഴുതുകയാണ്, അവന് അതിൽ നിന്ന് റാങ്ക് കിട്ടണം, അവന് ഗവൺമെൻറ് തലത്തിൽ തന്നെ പഠിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ടാകണം, ഇങ്ങനെ പ്രാർത്ഥിക്കണമല്ലേ. നമ്മളും വളരെയധികം പ്രാർത്ഥിക്കുമ്പോഴും ഇതേ ഫലം തന്നെയാണല്ലോ ഉണ്ടാകുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അതായത് നമുക്ക് ഒരു പക്ഷേ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരിക്കാം. ആധ്യാത്മിക ജീവിതത്തിൽ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആഗ്രഹങ്ങളൊന്നുമില്ല. മറ്റേയാൾ ഒരു അനിയനാണ്, അയാൾക്ക് ആധ്യാത്മികത ശരിക്കും എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ആഗ്രഹമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളില്ലെങ്കിൽ നമ്മളൊന്നും പ്രാർത്ഥിക്കേണ്ടതല്ല. നമുക്കിതൊന്നും വേണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ സഹോദരന് അതൊക്കെ കിട്ടിയാൽ മാത്രമേ അയാളുടെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്നറിയൂ. അപ്പോൾ അതുകൊണ്ടാണ് യോഗിമാരും സന്യാസിമാരും പുരോഹിതന്മാരും ആധ്യാത്മികമായ ജീവിതം നയിക്കുന്നവരും അവർ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വളരെ ലളിതമായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ്? ഈ സായനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ലോകത്തിലെ ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്, ദൈവമേ കഷ്ടപ്പെടുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് നീ ഫലം കൊടുക്കണമേ. എൻ്റെ ചുറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം കേട്ടിട്ട് നീ അവർക്ക് ഫലം കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആ മനോഹരമായ പ്രാർത്ഥനയോടെ നമുക്ക് വളരെ മനോഹരമായ ഒരു സായനത്തിലേക്ക് പ്രവേശിക്കാം. സ്വാമി അശ്വതി തിരുനാളി സൈനിങ് ഓഫ്. ഗുഡ് ഈവനിങ്.